കൊടുത്തതാ. ആടത്തൊരു കൊള്ളൂലെന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ അടിച്ച് കൊന്നുകളയാനാ പോയത്. എന്റെ മൈൻഡ് പറയാം, ഞാൻ കൊച്ചിക്കാരനാണെങ്കിൽ അടിച്ച് നിരപ്പാക്കും. മനസ്സിലായോ? ഇങ്ങനത്തെ അലവാതി പെരേരയും പൈനാപ്പിളും ആറാട്ടനൊന്നും വേണ്ട. മര്യാദക്ക് റിവ്യൂ പറയണം സിനിമയില്. ഇത് സിനിമ ലോകമാണ്. സിനിമയിൽ നല്ല റിവ്യൂ പറയാന്ന് നിക്കണം. രാത്രിയാകുമ്പോ ഈ മൈരന്മാരുടെ കഴപ്പുണ്ടല്ലോ, ഈ കഴപ്പ് നിർത്തിക്കളാം. നമസ്കാരം പ്രിയമുള്ളവരെ, അൻവർഷാണ്. അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക്, പുതിയൊരു ടോപ്പിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. അതോടൊപ്പം നിങ്ങളുടെ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ തന്ന് മാക്സിമം സപ്പോർട്ട് കൂടി തരണം. പ്രിയമുള്ളവർ, നിങ്ങൾ ആ വീഡിയോ കണ്ടല്ലോ, നമ്മുടെ ആറാട്ടണ്ണനെ ആട് 3 കാണാൻ പോയതുമായിട്ട് ബന്ധപ്പെട്ട് തിയേറ്ററിൽ വെച്ച് ഒരു യുവാവ് ആക്രമിക്കുന്ന വീഡിയോ ആണ്. തിരിച്ചടിക്കത്തില്ലെന്ന് ഉറപ്പുള്ള ഒരു മനുഷ്യന് സത്യം പറഞ്ഞാൽ എനിക്ക് വിഷമം വന്നത്. സത്യം പറയാമല്ലോ, പുള്ളി എന്തോ ആയിക്കൊള്ളട്ടെ, നമുക്കറിയാമല്ലോ പുള്ളിയുടെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അതാണ്. ആ ഒരു പുള്ളിയെ പബ്ലിക്കായിട്ട് ഇങ്ങനെ ആക്രമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ്. ഈ വ്യക്തികൾ തന്നെ നിയമം കയ്യിലെടുക്കാനാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇവിടെ നിയമ സംവിധാനങ്ങൾ? പോലീസ് എന്തിനാണ്? ഇവിടുത്തെ ഈ നമ്മുടെ നാട്ടിലെ നിയമം എന്തിനാണ്? അദ്ദേഹം കാശ് കൊടുത്ത് ടിക്കറ്റ് എടുത്ത് പടം കണ്ടിട്ട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലേ രീതി അദ്ദേഹത്തിൻ്റെതായ ശൈലി പറയുന്നു. ഒരു പക്ഷേ ചിലപ്പോൾ അത് ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല, അദ്ദേഹത്തെ ചിലർക്ക് ഇഷ്ടപ്പെടും. അപ്പം ആറാട്ടണ്ണൻ നല്ല ആളാണ് എന്ന് അഭിപ്രായമൊന്നുമില്ല. എന്നാലും പേഴ്സണലി പുള്ളിയെ വെച്ച് പുള്ളി പറഞ്ഞല്ലോ, പുള്ളി ഒരു പ്രത്യേക മൈൻഡ് ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പം നമുക്കറിയാമല്ലോ ആറാട്ടണ്ണൻ ആരാണ് എന്നുള്ളത്. തിരിച്ചടിക്കത്തില്ലെന്ന് ഉറപ്പുള്ള ഒരു തന്നെ തിയേറ്ററിൽ പോയി ഇമാതിരി കോപ്രായങ്ങൾ കാണിച്ച് അടിച്ചിട്ട് അവൻ വലിയ ഡയലോഗ് പറയുന്നുണ്ടല്ലോ. അതിനോടൊപ്പം എനിക്ക് പറയാനുള്ള ആ വ്ലോഗ് എടുത്തേക്കുന്ന ആ വ്യക്തി, അയാൾ അവിടെ നിന്നുകൊണ്ട് ഇവനെ കാര്യമായിട്ടങ്ങ് പറയുന്നുണ്ടല്ലോ. നിങ്ങൾക്കൊരു മനസ്സാക്ഷിയില്ലേ? എനിക്കറിയാൻ വയ്യായിട്ട് നോക്കിയാണ്, നിങ്ങൾക്കൊരു മനസ്സാക്ഷിയില്ലേ? ഇതൊരു ശരിയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പുള്ളിയുടെ കാശ് കൊടുത്ത് ഒരു സിനിമ കാണാൻ വന്നു. പുള്ളി അത് കണ്ട് നിലവിൽ ആറാട്ടണ്ണന് എന്ന് പറയുന്ന വ്യക്തിയുടെ മുമ്പിലോട്ട് എന്തിനാണ് ഈ മീഡിയകളെല്ലാം കൂടെ ചെല്ലുന്നത്? എത്രയോ ലക്ഷം ആൾക്കാർ സിനിമ കാണാൻ വരുന്നത്, അല്ലെങ്കിൽ ഒരു ഷോ കാണാൻ എത്രയോ ആൾക്കാർ വരുന്നത്. അപ്പോൾ എല്ലാവരുടെ അടുക്കലും പോകുന്നില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ ഫേസിനൊരു വാല്യൂ ഉണ്ട്, നെഗറ്റീവ് ഇമ്പാക്റ്റ് കൊണ്ടായിരിക്കാം. ആ ഒരു വാല്യൂ മുതലെടുക്കാൻ വേണ്ടി എല്ലാ ക്യാമറയും കൂടെ കൊണ്ട് ഫോണും കൊണ്ട് എല്ലാ വ്ളോഗർമാരുടെ അണ്ണാ എങ്ങനെയുണ്ട് പടം എന്ന് ചോദിച്ചാൽ അങ്ങോട്ട് ചെല്ലുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മൈൻഡ് വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് പറയാൻ പറ്റുന്ന കാര്യം അങ്ങേര് പറയുന്നു. ചിലപ്പോൾ അത് നെഗറ്റീവ് ആകാം, ചിലപ്പം പോസിറ്റീവ് ആവാം. അപ്പോൾ അങ്ങനെ ചെല്ലുന്നത് കൊണ്ടല്ലേ പറയുന്നത്, പോകാതിരുന്ന പ്രശ്നമില്ലല്ലോ. അദ്ദേഹം പടം കണ്ടിറങ്ങി വരുമ്പം അദ്ദേഹം വരുമ്പോൾ ആരും മിണ്ടാതെ അല്ലെങ്കിൽ മൈൻഡ് ചെയ്യാതെ അങ്ങ് പോയാൽ അയാളുടെ വഴിക്ക് അങ്ങ് പോകും. അവിടെ പ്രശ്നമില്ല, മറ്റു കാര്യങ്ങളൊന്നുമില്ല. നേരെ മറിച്ച് അയാൾ പടം കണ്ടിട്ട് ഇറങ്ങി വരുമ്പം ആറട്ടെണ്ണ പടം കണ്ടോ, എങ്ങനെയുണ്ടെണ്ണ, ഫസ്റ്റ് ഹാഫ് എങ്ങനെയുണ്ട്, സെക്കൻഡ് ഹാഫ് എങ്ങനെയുണ്ട്, പടം അഭിനയം എങ്ങനെയുണ്ട്, ഇതുണ്ട് എങ്ങനെയുണ്ടെന്ന് ചോദിച്ച് 100 ക്യാമറയുമായിട്ട് 50,000 മൊബൈലുമായിട്ട് ആൾക്കാർ വ്ളോഗർമാർ ഇങ്ങനെ ചുറ്റും നടക്കുമ്പം അദ്ദേഹം പിന്നെ എന്തെടുക്കും? അയാളുടെ പിന്നെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അത് പറയും. അത് ചിലപ്പോൾ നെഗറ്റീവ് ആയിരിക്കും, അത് പോസിറ്റീവ് ആയിരിക്കും. ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല എന്ന് വിചാരിച്ച് പൊതുമധ്യത്തിൽ വെച്ച് ഇമ്മാതിരി തോന്നിയവാസം, അതായത് ഒരു വ്യക്തിയോടും, ആറാട്ടണ്ണനെന്നല്ല ഒരു വ്യക്തിയോടും പൊതുമധ്യത്തിൽ വെച്ചുകൊണ്ട് ഇമ്മാതിരി തോന്നിയവാസം കാണിക്കാൻ ആർക്കും അവകാശമില്ല. ഇവിടെ അതിനൊക്കെ പോലീസുണ്ട്, നിയമ സംവിധാനങ്ങളുണ്ട്. പിന്നെ അതിന് മേളിലല്ല ഒരു മനുഷ്യരും. പബ്ലിക്കായിട്ട് ഒരു മനുഷ്യനെ കൈകാര്യം ചെയ്യാൻ ഇവനാരാണ് അധികാരം കൊടുത്തത്? അതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന വ്ളോഗറെ ആരാണ്? അവനെ ആദ്യം കൊടുക്കണം. എന്തായാലും ഇതിനെതിരെ ശക്തമായിട്ട് നടപടി എടുക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. കാര്യം ഇതത്ര നല്ല കീഴ്വഴക്കമല്ല. ജനങ്ങൾ തന്നെ നിയമം കയ്യിലെടുത്തങ്ങ് ചെയ്യാനാണ് പിന്നെ ഇവിടുത്തെ കോടതി നിയമമൊക്കെ എന്തിനാണ്? അതുകൊണ്ട് ഈ ഒരു വിഷയം കണ്ടപ്പോൾ എനിക്ക് സത്യത്തിൽ ഒരുപാട് വിഷമം വന്നു. ആറാട്ടണ്ണൻ നല്ല ആൾ എന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. അദ്ദേഹത്തിൻ്റെ പിന്നെ കുറേ ആൾക്കാർ പോകുന്നതുകൊണ്ടാണ് അദ്ദേഹം ആ രീതിയിലേക്ക് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു നേച്ചർ എല്ലാവർക്കും അറിയാമല്ലോ, ഇങ്ങനത്തെ ഒരു മനുഷ്യനാണ് എന്നുള്ളത്. പിന്നെ എന്തിനാണ് അദ്ദേഹത്തിൻ്റെ ഇടയ്ക്കിലോട്ട് ചെല്ലുന്നത്? നിങ്ങൾ പോകാതിരുന്നാൽ പോരാ. എന്തായാലും ഇത് വളരെ മോശമായി പോയി. ഇത് ഇവനാരായാലും പ്രതികരിക്കണം. ഇങ്ങനൊരു സംഭവം ചെയ്തതിന് അർഹമായ ശിക്ഷ മേടിച്ച് കൊടുക്കുകയും ചെയ്യണം. ആറാട്ടണ്ണനോട് പറയാനുള്ളത്, അദ്ദേഹം ഇത് നിയമപരമായിട്ട് തന്നെ കേസ് കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാര്യം എനിക്ക് അത്രയും വിഷമമുണ്ടായി ഈ ഒരു വീഡിയോ കണ്ടപ്പം. അപ്പോൾ വേറൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെയും എല്ലാവർക്കും ബൈ.